പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് മൗനത്തെക്കുറിച്ചാണ്. മൗനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നത്. അപ്പം പലരും നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വാക്കുകൾ വേണ്ട, മൗനം കൊണ്ട് നമുക്ക് മറുപടി പറയാം. ബുദ്ധിമാന്മാരൊക്കെ അങ്ങനെയുള്ള അവസരങ്ങളിൽ മൗനമാണ് ആവശ്യമുള്ളിടത്ത് മൗനം പാലിക്കണം. ആ സ്ഥലത്തും മൗനം പാലിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മനോഹരമായ പാട്ടുണ്ട് സാഗര സംഗമത്തിൽ, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ നിന്നുണ്ട്. അത് പ്രണയത്തിലെ മൗനമാണ്. അത് അദ്ദേഹം പറയാ, അവൾ പാടുന്നത് എന്താ വെച്ചാൽ, മനസ്സിൽ മാധവം മിഴിയിൽ പൂക്കവേ മൗനം പോലും മധുരം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ മൗനം മധുരമാണ്. പ്രണയത്തിൻ്റെ മൗനം മധുരമാണ്. എനിക്ക് ഓർമ്മയുണ്ട് സാഗര സംഗമത്തിൽ ജയപ്രദയാണ് ഈ പാട്ട് പാടുന്നത്. കമലഹാസന്റെ പിറകെ നടന്നിട്ട് അവർ പാടുകയാണ് മൗനം പോലും മധുരം എന്നിട്ട്. അത് തമ്പി സാർ എഴുതിയ, ഇളയരാജ സാറ് സംഗീതം നൽകിയൊരു നല്ല പാട്ടാട്ടോ. ജാനകിയമ്മയും ടി ജയചന്ദ്രനും കൂടെ പാടിയിട്ടുള്ള ആ പാട്ട് എനിക്ക് മറക്കാനാവില്ല. പക്ഷെ വേറെ ചില സ്ഥലങ്ങളിൽ നമുക്ക് മൗനം പാലിക്കേണ്ടതുണ്ടല്ലേ. ഇപ്പം എന്നെ നോവിക്കാൻ വരുന്ന ഒരാൾ, നമ്മൾ നല്ലോണം എന്നെ നോവിക്കുക പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നവരൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. കാരണം ഞാനതിൽ തല കൊടുക്കാറില്ല. അത് ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല. അവിടെ ഞാൻ മൗനം കൊണ്ടാണ് മറുപടി പറയാം. പിന്നെ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയും. വിദ്വാനായിട്ടല്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കോപിക്കുന്ന ആൾക്കാർ നമുക്കൊന്ന് സ്നേഹിക്കാൻ കഴിയില്ല അല്ലെ. അവർ നമ്മളെ ഒരിക്കൽ സ്നേഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളോട് നന്നായി പെരുമാറിയിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരുടെ കോപത്തിൻ്റെ കറുത്ത ദ്വാരത്തിലൂടെ അവരുടെ നന്മകളെല്ലാം ഒലിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇരുട്ടിനുള്ള മറുപടി വെളിച്ചം കൊണ്ടാണ് ഞാൻ കൊടുക്കാറ്. അപ്പം നമ്മൾ നന്നായി ഉപജാപം നടത്തുന്ന ആൾക്കാരുണ്ട്. ഉപജാപം നടത്തുന്നവർ നിങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കാറില്ല. കാരണം അവിടെയും നമ്മൾ മൗനമാണ് പാലിക്കേണ്ടത്. പിന്നെ അവിടെ അന്തസ്സുള്ളൊരു മൗനമാണ്. ഒരു പുഞ്ചിരി കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കണം. ഇപ്പം നമ്മളോട് തെറ്റ് ചെയ്തവരോട്, അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് നമ്മളോട് പറഞ്ഞവരോടൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ വേദന ഇല്ലാണ്ടാവുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്, നമ്മളെ എല്ലാം ലോകത്ത് ഒരേപോലെയല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ. ഇപ്പോൾ പലരും പല ചുറ്റുപാടിൽ നിന്ന്, പല പശ്ചാത്തലത്തിൽ നിന്നും, പല 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 യാതനകളിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടുണ്ടാവും, പല കഷ്ടപ്പാടിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും. പലരുടെയും ചുറ്റുപാട് വ്യത്യസ്തമാണല്ലേ, അവരുടെ മനസ്സും വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും അവിടെ മൗനം പാലിക്കണം നമ്മൾ വേണ്ടത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ ആവില്ല. അതുകൊണ്ട് നമ്മുടെ അന്തസ്സും നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.